ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലൊരു ചെറിയൊരു പോർഷനാണ്. എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ടൊന്നും തോന്നരുതേ. ബാംഗ്ലൂരിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്നില്ലേ, ബാംഗ്ലൂർ തണുത്ത് വിറയ്ക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. അങ്ങനെ ക്ലിനിക്കെല്ലാം ക്ലോസ് ചെയ്തു. എൻ്റെ വീട്ടിൻ്റെ അടുത്താട്ടോ ക്ലിനിക്ക്. നേരെ കിറ്റീസ് പെറ്റ് കെയറിൽ വന്നു. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ, ചേതൻ എന്ന് പറഞ്ഞിട്ടുള്ള. ബാംഗ്ലൂർ ബന്നേർഘട്ടേൻ്റെ അടുത്ത് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ നേരെ വന്നു കേട്ടോ. ഇപ്പോൾ ഗ്രൂമിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദേ ഈ ഭക്ഷണം കണ്ടോ, ഓഷ്യൻ ഫിഷ്. ഇതാണ് എൻ്റെ പൂച്ചക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ട്രീറ്റ്സ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, ജസ്റ്റ് വെറുതെ ഒരു ഫൺ. അങ്ങനെ അതെല്ലാം മേടിച്ചു. നേരെ പോയി അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് ക്രേവിങ്സ് കൂടിയിട്ട് അതെല്ലാം മേടിച്ചു. നേരെ വീട്ടിലെത്തിയതും എന്നെ വെയിറ്റ് ചെയ്ത് നിന്നാരാന്ന് കണ്ടോ, ഇരിക്കുന്നു. ഈ 6 വർഷമായിട്ട് മാറാത്തൊരു സ്വഭാവം ഇതാട്ടോ. എനിക്കെന്തോ അതൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, 6 വർഷമായിട്ട് ഈ ഒരു പൊസിഷനിൽ നിൽക്കും, വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ വരുന്നത്. ഇനി സ്മെല്ല് മനസ്സിലാക്കിയിട്ടാണോ അതോ ചെരുപ്പിൻ്റെ സൗണ്ട് കേട്ടിട്ടാണോ എന്താണെന്നറിയത്തില്ല. അമ്മയൊക്കെ പറയാറുണ്ട് കേട്ടോ, എന്താ പറയുക, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ കളിയാക്കി പറയും, ഞാൻ വീട്ടിൽ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുന്ന സന്തോഷത്തോടെ എന്നെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ ഈ ഇദ്ദേഹം മാത്രമാണ്. ചിലപ്പോൾ വിശന്നിട്ടുമായിരിക്കണം പാവത്തിന്, തണുപ്പും കൂടെ അല്ലേ. അങ്ങനെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു, കുറച്ച് ഫോൺ കോൾസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഞാനിങ്ങനെ വാരി കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല, അവനും അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടോ. അങ്ങനെ ഞാനും ഭക്ഷണം കഴിച്ചു. സോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്.